പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 17ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവവചനത്തിൽ നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരന് പ്രകാരം പാടുന്നു: നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യെരൂശലേം കഴിഞ്ഞാൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് സിയോൺ. ഏകദേശം 150-ൽ പരം പ്രാവശ്യം ഈ പേര് ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ദൈവവൈതലിന് സിയോനെ കുറിച്ചുള്ള പഠനം വളരെ ആത്മീയ ഉത്തേജനം നൽകുന്ന വിഷയമാണ്. 48-ാം സങ്കീർത്തനം മുഴുവൻ സിയോൻ നഗരത്തിൻ്റെ വർണ്ണനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിയോനുള്ള തൻ്റെ ജനം സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സിയോന്റെ ക്ഷേമത്തിനായി അനവധി അത്ഭുത പ്രവൃത്തികൾ ദൈവം ചെയ്തു എങ്കിലും തൻ്റെ ജനം ദൈവത്തിൽ നിന്നും അകന്ന് വളരെ ശോചനീയവും പരിതാപകരവുമായ അവസ്ഥയിലേക്ക് അധംപതിച്ചു. ഒരു കാലത്ത് വിശുദ്ധന്മാരുടെ കൂട്ടം മാത്രമായിരുന്ന ദൈവസഭ അല്ലെങ്കിൽ സിയോൻ ഇപ്പോൾ പാപികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു ദൈവസഭ എന്നാണെങ്കിലും ഇപ്പോൾ അത് പാപികളുടെ സങ്കേതമായി തീർന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, 30 അധ്യായത്തിൽ പറയുന്നു, അമേസ്തോത്രം, സിയോനിലെ പാപികൾ പേടിക്കുന്നു, ഭക്ഷണന്മാർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു എന്ന്. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു, അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു, അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. ഒരു കാലത്ത് അനേകർ രക്ഷിക്കപ്പെട്ട് സിയോനിലേക്ക് വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ജനം രക്ഷിക്കപ്പെടുന്നില്ല. കൂടാതെ രോഗശാന്തിയും വീര്യപ്രവൃത്തികളും ഉണ്ടാകുന്നില്ല. സിയോനിലെ ജനം മുഴുവനും ശാരീരികമായും ആത്മീയമായും രോഗികളായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവം അവരുടെ നടുവിൽ ഇല്ലാത്ത സ്ഥിതിയിൽ ആയിരിക്കുന്നു. ശത്രുക്കൾ നിമിത്തമുള്ള അയ്യംവിളിയാണ് അവരുടെ നടുവിൽ ഉയർന്നു വരുന്നത്. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തേണ്ട ജനം ലോകത്തിൽ ആനന്ദിച്ചതിൻ്റെ ഫലമാണ്. ലോകത്ത് സ്തോത്രം, ഒരു കാലത്ത് ദൈവത്തിനും സമൂഹത്തിനും വിലയുള്ളവർ ഇന്ന് കൊള്ളരുതാത്തവരായി തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവവേദനയെ, വ്യവസ്ഥ പ്രകാരം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മാനസാന്തരപ്പെട്ട് നഷ്ടപ്പെടുത്തിയ ആത്മീയ ആരാധനയിലേക്ക് മടങ്ങി വരുമ്പോൾ മഹാദയയും മനസ്സരവുമുള്ള ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ദൈവം സിയോന് വേണ്ടി ചെയ്യാൻ പോകുന്ന എണ്ണമറ്റ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ വിഷയം വളരെ വിശാലമാകിയാൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായും, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകാത്തതും ഉറപ്പേറിയതുമായി അടിസ്ഥാനം ഇട്ട് സിയോനിലായി ആയിരിക്കും. ദൈവം സിയോനെ രക്ഷിക്കും. സിയോനോട് കരുണ കാണിക്കുകയും അതിനെ പണിയുകയും ചെയ്യും. കരച്ചിലിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ടാകും. ദുഃഖവും മുറവിളിയും അകറ്റും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. അതെ ദൈവവേദലേ, ഈ നാളുകളിൽ ദുഃഖവും മുറവിളിയും നീങ്ങിപ്പോകും. അത് ദൈവം അകറ്റുവാനിടയാകും. സ്തോത്രം, ദൈവജനം ആനന്ദവും സന്തോഷവും പ്രാപിക്കുവാനിടയാകും. അതേ, ഈ പ്രഭാതം ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് കരയുന്ന ദൈവവൈതലിന് വേണ്ടി ഒരു സന്തോഷവും ആനന്ദവും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഒരു സിയോനായി മാറണം. ആരാധനയും ആനന്ദവും നമ്മിൽ വെളിപ്പെടണം. അതിനായി നമ്മെ ഒരുക്കാം. വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടെ ദൈവസ്നേഹത്തിൽ നമുക്ക് ഒന്നായി നിൽക്കാം.
ആമേ സ്തോത്രം ഹല്ലേലൂയ, ജനം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ ഈ നാളുകളിൽ ആമേൻ ഒരുമിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ആമേ സ്തോത്രം നിൽക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ആരാധിക്കുകയാണെങ്കിൽ ആമേൻ നല്ലൊരു സിയോനായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം പ്രാപ്തരാക്കും. ദൈവം നമ്മെ ഈ പ്രഭാതം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരനോടുകൂടെ ഈ പ്രഭാതം നമുക്ക് പറയാം, നിന്റെ ന്യായ വിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഒരാനന്ദം ഈ പ്രഭാതം ഉണ്ടാകട്ടെ. ദുഃഖത്തോടെ, നിരാശയോടെ, നിരവധി ഭാരങ്ങളോടുകൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഒരാനന്ദത്തിന്റെ ദിനം ദൈവം കരുതി വെക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മടങ്ങി വരാമോ? ദൈവസന്നിധി മടങ്ങി വരാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം അങ്ങയുടെ ദാസിദാസന്മാർ ഈ വചനം ശ്രവിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ കർത്താവ് നിരാശകളും വേദനകളും ഞെരുക്കങ്ങളും കഷ്ടതകളും രോഗങ്ങളും ഒക്കെ ആണെങ്കിലും കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഒരു സന്തോഷത്തിൻ്റെ ദിനം എൻ്റെ സ്വർഗത്തിലെ ദൈവം കരുതി വച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ, അങ്ങയുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് കർത്താവെ കൈത്താങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന, ഈ വചനം ശ്രവിക്കുന്ന ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് കർത്താവെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.